ദേശനിവാസികളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം സൗജന്യമായിട്ട് നൽകിക്കൊടുക്കുന്ന പാപമോചനം അത് ഒരിക്കൽ കൂടെ നിങ്ങളോട് അറിയിക്കേണ്ടത് ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. കാരണം എന്താണ്? ദൈവം നിങ്ങളെ ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല, കർത്താവ് നിങ്ങളെ ആരെയും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുമില്ല. ഒരുപക്ഷെ നിരവധിയായിരിക്കുന്ന സുവിശേഷ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടും നിങ്ങൾ ആ സുവിശേഷത്തെ നിങ്ങളുടെ മതഭക്തി കൊണ്ടും പാരമ്പര്യത്തിന്റെ ആ ചതിമോഹങ്ങളിൽപ്പെട്ടും പലപ്പോഴും രാഷ്ട്രീയ ചായ്വുകളിലും ഒക്കെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഏകരക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിലുള്ള പാപമോചനം പലവട്ടം നിങ്ങൾ തള്ളിക്കളഞ്ഞവരാണെങ്കിലും കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഇതേവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം നമ്മളെ പിന്നെയും പിന്തുടരുകയാണ്. നിരവധിയായിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ടും ആ കർത്താവ് വീണ്ടും വീണ്ടും നമ്മളെ സുവിശേഷകന്മാർ മുഖാന്തരം പാപമോചനം പ്രസംഗിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിന് ഗുരുതരമായിരിക്കുന്ന ഒരു പ്രത്യാഖ്യാതമാണ് ദൈവം കണ്ടെത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? നമുക്കറിയാം, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്നുള്ള കാര്യം ക്രിസ്തീയ മതവിശ്വാസികളായിരിക്കുന്ന നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെയും എന്താണ്? ഈ യേശുക്രിസ്തുവിനുള്ള പാപമോചനം തള്ളിക്കളഞ്ഞ് പാരമ്പര്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ക്രിസ്തീയ മതത്തിൽ നിന്നുകൊണ്ട് അയ്യോ ഞങ്ങൾ പാപികളും ദോഷികളുമാണെന്ന് പറഞ്ഞ് ഓരോ ദിവസവും നൂറ്റാണ്ടുകളായിട്ട് പിന്നിട്ടിട്ടും പ്രിയപ്പെട്ട ഒരു പാപമോചനത്തിന് വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹം വരാതിരുന്നിട്ടും വീണ്ടും വീണ്ടും നിങ്ങളുടെ ഹൃദയത്തെ ഉദ്യമിപ്പിക്കുവാനായിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവില് തന്റെ ദാസന്മാരെ അയക്കുമ്പോൾ കർത്താവിന് ഒരു കാര്യം അറിയാം. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ നാമം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമം നിങ്ങൾ തള്ളിക്കളഞ്ഞ് നിങ്ങളൊരു പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങളെ പിന്നെ രക്ഷിപ്പാൻ വേറൊരു കർത്താവില്ല, വേറൊരു രക്ഷകനുമില്ല. ഭൂമിയിൽ വെച്ച് നിങ്ങൾ പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു വീണ്ടെടുപ്പ് സാധ്യമല്ലാത്തത് കൊണ്ട് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ചുമന്ന് നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് ക്രൂശിൽ മരിച്ചിട്ടും അവൻ നമുക്ക് വേണ്ടി അത് കഷ്ടം അനുഭവിച്ചിട്ടും നിന്ന് ഏറ്റിട്ടും പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും കർത്താവ് തന്റെ ദാസന്മാർ മുഖാന്തരം നിങ്ങളുടെ അടുക്കലേക്ക് ആൾക്കാരെ അയക്കുമ്പോൾ ആ കർത്താവ് വീണ്ടും എന്താണ്? അവൻ ലജ്ജ കൂടാതെ നിങ്ങളോട് വീണ്ടും അറിയിക്കാതെ, കുഞ്ഞെ, നീ ഇങ്ങനെ പാപിയായിട്ട് മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി നരകം മാത്രമേ ഉള്ളൂ. അതിനകത്തുനിന്ന് നിന്നെ രക്ഷിപ്പാൻ നിങ്ങളുടെ പുരോഹിതന്മാരുടെ പ്രാർത്ഥനയ്ക്ക് എന്ന് വെച്ചാൽ ധൂപ പ്രാർത്ഥനയ്ക്ക് കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നാം മരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു മതപുരോഹിതൻ കല്ലറയില് കുന്തിരിക്കം പുകച്ചുള്ള ധൂപ പ്രാർത്ഥന കൊണ്ടോ 40 ദിവസത്തെ അടിയന്തരം കൊണ്ടോ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷമാണ് റിയൽ ആയിരിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ശലോമോൻ പറയുന്നു, ഈ സൂര്യന് കീഴിൽ കാണുന്നതെല്ലാം മായയാണ്, നിന്റെ ശരീരം മായയാണ്. നീ എന്താണ്? കൗമാര യൗവന ആ അനുഭവങ്ങൾ കൂടെ കടന്നു പോയപ്പോഴ് ഇപ്പോഴിതാ പലരും വാർദ്ധക്യത്തിലേക്ക് വന്നു. അപ്പോഴെന്താണ്? ലാവണ്യവും യൗവനവും ലാവണ്യവും എല്ലാം മായയാണ് നമുക്ക് തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഭൂമി മായയാണെന്ന് കവിവരന്മാരും പാടി, അവർക്ക് അത്രമേ അറിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് മായ എന്ന് പറഞ്ഞത്? ഈ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നാളെ ഇല്ലാതായിട്ട് തീരുന്നത്, അതായത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നതും എന്നാൽ യഥാർത്ഥമായിട്ട് നാളെ ഇല്ലാതായിട്ട് തീരുന്നതായിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും മായ എന്ന് പറയുന്നു. നമുക്കറിയാം, മജീഷ്യന്മാരുടെ മുമ്പിൽ പോയിരുന്നേ അവർ പല അത്ഭുതങ്ങൾ നമ്മളുടെ മുമ്പിൽ കാണിക്കും. പക്ഷെ അത് റിയൽ ആണോ? അല്ല. അതെല്ലാം എന്താണ്? അല്പം കഴിയുമ്പോൾ ഇല്ലാതെയായിട്ട് തീരുകയാണ്. അപ്പോൾ ഒരു മജീഷ്യന് നമ്മുടെ മുമ്പിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അല്പനേരം വിസ്മയത്തോടു കൂടി അത് കാണുന്നു എന്നുള്ളതിനപ്പുറം ആ മജീഷ്യന്റെ പരിപാടി തീർന്നതോടുകൂടി ആ കാര്യങ്ങൾ മായക്കാഴ്ചയായിട്ട് മാഞ്ഞു പോകുന്ന പോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന ഈ ആകാശവും ഭൂമിയും സൂര്യചന്ദ്ര നക്ഷത്രാദികളും മാത്രമല്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ സകല ജീവജാലങ്ങളും ഒരു ദിവസം ഇവിടെ ഇല്ലാതെയായിട്ട് തീരുമെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. നമ്മുടെ ശരീരങ്ങളും നാളെ ഇല്ലാതെയായിട്ട് തീരുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത് മണ്ണിൽ ലയിച്ച് അത് എന്താണ് അപ്രത്യക്ഷമാകുമ്പോൾ നമ്മുടെ ഭൂമിയിലെ ജീവിതവും ഒരു മായയായിട്ട് തീർന്നു പോകുകയാണ്. നമ്മുടെ പിതാക്കന്മാര് അല്ലെങ്കിൽ നിരവധിയായിരിക്കുന്ന സ്നേഹിതന്മാര് അവരൊക്കെ എന്താണ്? മരിച്ചിന്ന് ഭൂമിയിൽ ഇല്ലാതായി തീർന്നെങ്കിൽ അതെല്ലാം മായ പോലെ അസ്തമിച്ചിരിക്കുന്നു. അപ്പോൾ മായയല്ലാത്തതും സ്ഥിരമായിരിക്കുന്ന ഒരു കാര്യം എന്നാണ് നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി നാളെ അവസാനിക്കുമെന്നും മായയായിട്ട് ഈ ഭൂമി ഇല്ലാതെയായിട്ട് തീരുമെന്നും എന്നാൽ ഇതിനപ്പുറം ഈ റിയൽ ആയിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന ഒരു അനുഭവം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം മായയാണ്, നമ്മുടെ ശരീരം നാളെ ദ്രവിച്ചു പോകുന്നതാണ്. എന്നാൽ അതിനകത്ത് മായയല്ലാത്തതും അല്ലെങ്കിൽ എന്താണ്? എന്നേക്കും ജീവിക്കുന്നതായിരിക്കുന്ന ഒരു ആത്മാവുള്ളത് കൊണ്ട് ഈ ആത്മാവ് മരിച്ചതിന് ശേഷവും എന്താണ്? അത് നശിച്ചു പോകുന്നില്ല. ഒന്നുകിൽ അത് തീ നരകത്തിലേക്ക് എറിയപ്പെടും, അല്ലെങ്കിൽ അത് സ്വർഗത്തിലേക്ക് തിരിക്കപ്പെടും. നിങ്ങൾക്ക് എന്ത് വേണം? മായയായിരിക്കുന്ന ഈ ലോകത്തിന്റെ വിഭ്രമിക്കുന്ന അതിന്റെ മോഹങ്ങൾ പെട്ടുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൽ പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഒരിക്കലും ദഹിച്ചു പോകാത്തതും ഒരിക്കലും നശിച്ചു പോകാത്തതുമായിരിക്കുന്ന നിന്റെ ആത്മീയ ശരീരം നിത്യമായിരിക്കുന്ന തീയിലേക്ക് തള്ളപ്പെടും. അല്ല, ഭൂമിയിൽ വെച്ച് നിനക്കൊരു പാപമോചനം വേണം, ഈ
ഈ മായയായിരിക്കുന്ന ലോകത്തെ സ്നേഹിക്കാതെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അത്ഭുതങ്ങളുടെ ഉറവിടമായിരിക്കുന്ന, അല്ലെങ്കിൽ അബ്രഹാം പറയുന്നു എന്താണ്, ദൈവം കൈപ്പണിയായിട്ട് സൃഷ്ടിക്കപ്പെട്ട ആ മനോഹരമായിരിക്കുന്ന ഭവനത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ, മനുഷ്യരുടെ കൈപ്പണികളെല്ലാം ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന ഹർമ്മ്യത്തിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിട്ടും ഭൂമിയിൽ നമുക്ക് നമ്മുടെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലയോ, ഞങ്ങൾ ജ്ഞാനായക്കാരല്ലയോ, ഞങ്ങൾ മർത്തോമക്കാരല്ലയോ, ഞങ്ങൾ യാക്കോബയക്കാരല്ലയോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിരവധിയായിരിക്കുന്ന ചോദ്യങ്ങൾ മറുപടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ സ്വർഗത്തിലേക്കാണ്. അല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, കാരണം എൻ്റെ അപ്പനും അമ്മയും ഹിന്ദുവായിരുന്നു. നിങ്ങൾ അതാത് മതത്തിൽ ജനിച്ചതിന്റെ കാരണം നിങ്ങളുടെ അപ്പനും അമ്മയും അതാത് വിശ്വാസത്തിലായിരുന്നു കൊണ്ട് മാത്രമാണ്. ഞാനാകട്ടെ നിങ്ങളാകട്ടെ സത്യമായിട്ടും യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹം തിരിച്ചറിയാതെ പാപികളായിട്ട് ജനിച്ച് പാപികളായിട്ട് മരിച്ച് അടക്കപ്പെടുമ്പോൾ ദൈവത്തിന് നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഭാരമുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളുടെ സ്നേഹത്താൽ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഭൂമി വെച്ച് നമുക്കൊരു പാപമോചനം ലഭിക്കാതെ നമ്മൾ മരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞാൻ ആദ്യം മായയാണെന്ന് പറഞ്ഞു, ലോകം മായയാണ്, ഇത് നാളെ ഇല്ലാതെയായിട്ട് തീരും. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനങ്ങളോ ഒരു നാളും ഒഴിഞ്ഞു പോകത്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? ആകാശവും ഭൂമിയും നാളെ ഇല്ലാതെയായിട്ട് തീരും, എന്നാൽ എന്താണ്, ദൈവത്തിന്റെ വചനം മാത്രമേ നാളെ വീണ്ടും ജീവിക്കുകയുള്ളൂ. ദൈവത്തിന്റെ വചനം മാത്രമേ നാളെ പിന്നെയും ഉള്ളതായിട്ടുള്ളൂ. അല്ലാത്തതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങളൊരു കാര്യം അറിയണം, ഇല്ലാതെയായി തീരുന്നതിനെ അല്ല സ്നേഹിക്കേണ്ടത്, എന്നേക്ക് നിലനിൽക്കുന്നതായിരിക്കുന്ന ദൈവവചനത്തെ നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ ഈ ദൈവവചനം ആരാണ്? അത് പുത്രനായിരിക്കുന്ന ക്രിസ്തുവാകുന്നു. അപ്പോൾ ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, നമുക്ക് തന്നിരിക്കുന്ന വചനത്തെ സ്നേഹിക്കുകയും ആ സ്നേഹിക്കുന്നവർ വചനത്തിന് അനുസരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും മരിച്ചതിന് ശേഷം നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോകും. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള കാരണം. ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളുടെ പാപമോചനമാണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന അസ്തിത്വത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ പാപിയായിട്ട് തീർന്നത്? നമുക്ക് പിന്നെ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഒരു മനുഷ്യന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. നോക്ക് പിന്നെ ഞാൻ നിങ്ങളുടെ പറയാം, വ്യർത്ഥമായിരിക്കുന്ന മതവിശ്വാസത്തെ പറ്റി ക്രിസ്തീയ മതവും വ്യർത്ഥമാണ്, കാരണം പാരമ്പര്യം വ്യർത്ഥമാണ്. ഇന്നേവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്തതെല്ലാം പൈശാചികമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തീയ മതവിശ്വാസവും പൈശാചികമാണ്, അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയില്ല. എങ്ങനത്താണ് എന്റെ തെളിവ്? പ്രിയപ്പെട്ട, നിങ്ങൾ പാപികളാണെന്ന് പറയുന്നു. അതേ, നിങ്ങൾ പാപികൾ തന്നെ. നിങ്ങളുടെ പിതാക്കന്മാരോ അയ്യോ അവരും പാപികളും ദോഷികളുമല്ലയോ? തീർച്ചയായിട്ടും. അവരുടെ പൂർവ്വപിതാക്കന്മാരോ അവരെല്ലാവരും പാപികളും ദോഷികളും എന്ന് സ്വയം വിധി എഴുതിക്കൊണ്ടും ദൈവമേ നീ പരിശുദ്ധനാണ്, ബലവാനെ നീ പരിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് പാപികളായിരിക്കുന്ന ഞങ്ങള്, ബലഹീനരായിരിക്കുന്ന ഞങ്ങള് നിന്റെ ശത്രുക്കളാണെന്ന് നമ്മളെന്താണ് നാവ് കൊണ്ട് തന്നെ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തിന്റെ ശത്രുക്കളായിട്ട് പാപിയായിട്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെയും കടന്നുപോയി. അനേക പുരോഹിതന്മാരും പാപിയായിട്ട് ജനിച്ച് പാപിയായിട്ട് മരിച്ച് നരകവിധിയിലേക്ക് കടന്നുപോയി. എന്നാൽ എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഇന്നും ജീവനോടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രത്യാശ തരുവാൻ ഞാൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു പാപമോചനം നേടണം. ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പ് പാപികളും ദോഷികളും എന്നുള്ള പിതൃപാരമ്പര്യത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരും എന്നുള്ള പദവിയിലേക്ക് നിങ്ങൾ വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആവട്ടെ, അതിനുള്ളൊരു പദ്ധതി ദൈവം തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതി എന്താണ്? പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ അവൻ തൂങ്ങിക്കിടക്കുമ്പോൾ അതിന്റെ ഉത്തരവാദി നമ്മളാ. പ്രിയപ്പെട്ടവരെ, ഗോഡ് ഇസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. ഇത് എത്ര വട്ടം നിങ്ങളോട് ഇനിയും ഞങ്ങൾ പറയേണ്ടത് ആവശ്യമുണ്ട്. യഥാർത്ഥമായിട്ടും 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന്റെ കടച്ചീട്ട് കീറി കളഞ്ഞതാണ്. നിങ്ങൾക്കറിയാമോ എവിടുന്നാണ് പാപം വന്നതെന്ന് അറിയാമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം പറഞ്ഞതല്ല പാപം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നതുമല്ല പാപം. എന്നാൽ ക്രിസ്തു മരിക്കേണ്ട പാപം അതല്ല പ്രിയപ്പെട്ടവരെ, അത് പാപമല്ലെന്നല്ല. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ ഉൽപ്പത്തി എന്താണ്? മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? മനുഷ്യന്റെ വീഴ്ച എന്താണ്? പ്രിയപ്പെട്ട, വേഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്താം. നിങ്ങൾക്കറിയാമോ എന്തിനാണ് ഞങ്ങൾ സുവിശേഷം പറയുന്നത്? സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൂമിയിലെ സാമ്പത്തികമായിരിക്കുന്ന കടം വീട്ടുന്നതല്ല, നിങ്ങളുടെ ഭൂമിയിലെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകി തരുന്നതുമല്ല. അതൊക്കെ ചിലപ്പോൾ നൽകി തന്നില്ലെന്നുമിരിക്കും. എന്നാൽ പ്രിയപ്പെട്ട, സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങൾ മരിച്ചവനാണ്, നിങ്ങൾ ജീവനില്ലാത്തവനാണ്. പാപി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ജീവനില്ല,
ഞങ്ങൾ എന്താണ് ഡെഡ് ബോഡിയാണ്, ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾ മരിച്ചവരാണ് എന്നുള്ളതാണ് പാപി എന്നുള്ള അനുഭവം. അതായത് ദൈവമേ ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു നമ്മൾ പറയുമ്പോൾ നമ്മൾ പാപികളാണെന്ന് പറയുമ്പോൾ ദൈവം ജീവനുള്ളവനും നമ്മൾ മരിച്ചവരുമാണെന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ഒരു ഡെഡ് ബോഡിയോടുകൂടെ ജീവനുള്ള ഒരു വ്യക്തി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള ദൈവത്തിന് മരിച്ചുപോയ നിന്നോടുകൂടെ സ്വർഗത്തിൽ വാഴാൻ കഴിയുമോ? കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ മരിച്ചുപോയ മനുഷ്യന് ജീവനെ കൊടുക്കുവാൻ ഭൂമിയിൽ ഒരു പുരോഹിതന്മാർക്കും കഴിയത്തില്ല. എന്നാൽ പ്രിയപ്പെട്ട നിനക്ക് ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് ജീവനെ പ്രാപിക്കാം. എന്ത് ജീവൻ? നിത്യജീവനെ പ്രാപിക്കുവാൻ ഒരു അവസരം ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരികയാണ്. ഇതാ ഒരിക്കൽ കൂടെ ഞാൻ ചരിത്രം പറയാം പ്രിയപ്പെട്ടവരെ. ഇന്നേക്ക് ഏതാണ്ട് 6000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എത്ര പേരെ സൃഷ്ടിച്ചു? ഒരേ ഒരു വ്യക്തിയെ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് ഒരു മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി അതിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള മനുഷ്യനാക്കി ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏദനിൽ നിർത്തി. നോക്ക്, പിന്നെ 6000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ഒരു കരയും ഒരു സമുദ്രവുമായിരുന്നു. ഇതിങ്ങനെ ഖണ്ഡങ്ങളായിട്ട് വേർതിരിയപ്പെട്ടിട്ട്, എന്ന് വെച്ചാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം, ഏഷ്യൻ ഭൂഖണ്ഡം, യൂറോപ്യൻ ഭൂഖണ്ഡം, അമേരിക്കൻ ഭൂഖണ്ഡം, ഈ ദ്വീപുകൾ, ഇങ്ങനെ ഇത് ഖണ്ഡങ്ങളാക്കി വേർതിരിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 4000-ഓളം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന നാളിൽ ഇത് ഒരു ഖണ്ഡമായിട്ട് കിടന്നതും അതിന്റെ മധ്യഭാഗമായിരിക്കുന്ന ഏദനിൽ അവനെ നിർത്തുകയും ചെയ്തു. ആ ഏദൻ പർദീസയിലെ ദൈവത്തിന്റെ തോട്ടത്തിൽ അവനെ സൃഷ്ടിച്ചാക്കി. എന്നാൽ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് റിയൽ ആയിരിക്കുന്ന ഒരു ഹിസ്റ്ററിയാണ്, അല്ലാതെ ഒരു കെട്ടുകഥയല്ല, ആരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നിയ കിഴവി കഥകളുമല്ല. അപ്പോൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട, ദൈവത്തിന്റെ അതേ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഏക പുരുഷൻ, അവൻ ദൈവത്തിന്റെ മകനും അവൻ ദൈവത്തിന്റെ വിശുദ്ധനുമാണ്. ദൈവത്തിന്റെ മക്കൾ എപ്പോഴും ദൈവത്തിന്റെ മക്കൾ വിശുദ്ധന്മാരാണ്. കാരണം എന്താണ്? ദൈവം വിശുദ്ധനാണെങ്കിൽ മക്കളും വിശുദ്ധനാണ്. അങ്ങനെ മനുഷ്യനെ ദൈവം ആദ്യം സൃഷ്ടിക്കുമ്പോൾ മണ്ണുകൊണ്ട് അവന്റെ ശരീരം മെനഞ്ഞ് തന്റെ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള മനുഷ്യനാക്കി ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതിൽ നിർത്തുമ്പോൾ ദൈവത്തിന് അവനെ പറ്റിയുള്ള വലിയ പദ്ധതി എന്തെന്നറിയാമോ? ഈ മനുഷ്യൻ മരണമില്ലാത്ത എന്നോടുകൂടെ മരണമില്ലാത്തവനായിട്ട് ജീവിക്കണം. നോക്കുവിൻ, ദൈവം മരണമില്ലാത്തവനാണ്. ആ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ മനുഷ്യനും മരണമില്ലാത്തവനായിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് മനുഷ്യനെ ദൈവം തന്റെ അതേ രൂപത്തിൽ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവത്തോടുകൂടെ മനുഷ്യൻ എന്നേക്കും ജീവിക്കണമെങ്കിൽ മനുഷ്യനെ ഒന്ന് പരീക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ കഴിയുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ മനുഷ്യൻ ആദം ദൈവത്തെ എല്ലാത്തിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അതിൽ അവൻ വിജയിക്കുന്നെങ്കിൽ മാത്രമേ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് അവന് കഴിപ്പാൻ കഴിയുമായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ അന്നേ അവിടെ ഏതൊരു പ്രതീക്ഷയിലുണ്ടായിരുന്നു. ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് വെച്ചാൽ അത് ക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ. ആ ക്രിസ്തുവിനെ അവർ ഭക്ഷിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയെ നിഷേധിച്ച് സാത്താന്റെ ഇഷ്ടം ചെയ്ത വഴി നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത്? നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മാത്രമേ നമ്മൾ അനുസരിക്കാറുള്ളൂ. ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഏതൊരു വ്യക്തിയും തന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ ആരെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിയുടെ ആ കൽപ്പന മാത്രമേ ഞാൻ അനുസരിക്കത്തുള്ളൂ. യേശുക്രിസ്തു എന്ന് പറഞ്ഞല്ലോ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനയെ അനുസരിക്കും. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ കൽപ്പന നമുക്ക് അനുസരിക്കാൻ കഴിയാത്തത്? അവനെ സ്നേഹിക്കുന്നില്ല. സിമ്പിൾ അല്ലയോ? നോക്ക് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആദം പാപം ചെയ്ത നാളില് എന്താ സംഭവിച്ചെന്നറിയാമോ? അതായത് ക്രിസ്തീയ മത പുരോഹിതന്മാർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബൈബിള് കള്ളമാണെന്ന്. ഇവരല്ലയോ നിങ്ങളെ നടത്തുന്നത് പ്രിയപ്പെട്ടവരെ? ബൈബിള് കള്ളമാണെന്ന് പറയുന്ന പല പുരോഹിതന്മാരെ നിങ്ങളെ നടത്തുന്നുണ്ട്. എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, പഴം തിന്നുന്ന നാളിൽ ആദം മരിക്കുമെന്നല്ലയോ അവിടെ എഴുതിയിരിക്കുന്നത്? അതെ, അങ്ങനെയാണ്. ആദം പഴം തിന്നു, പക്ഷെ എന്താണ്? ആദം മരിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന് ദൈവത്തെ പറ്റി ഒരു ബോധവുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചെന്നറിയാമോ? ദൈവം ആത്മാവാകുന്നു, സാത്താനും ആത്മാവാകുന്നു. ഒന്ന് വെളിച്ചത്തിന്റെ ആത്മാവ്, ഒന്ന് ഇരുട്ടിന്റെ ആത്മാവ്. എന്നാൽ നോക്ക്, പിന്നെ പഴം തിന്ന നാളിൽ, അനുസരണക്കേട് കാട്ടിയ നാളിൽ, ആദം വിശുദ്ധനായിരുന്ന നാളിൽ അവൻ അവന്റെ വിശുദ്ധിയിൽ ആത്മാവിൽ മരിച്ച് അവൻ ആത്മാവിൽ സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന മരണം സംഭവിച്ചത്. ആത്മാവിൽ അവൻ മരിച്ച് വിശുദ്ധിയിൽ സംബന്ധമായിട്ട് മരിച്ച് അവൻ പാപിയും ദൈവത്തിന്റെ ശത്രുവും സാത്താന്റെ സന്തതിയുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. ആ ആത്മാവിൽ മരിച്ച് പാപിയായിട്ട് തീർന്ന ആദമിന്റെ രക്തത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം ജനിച്ചത്. ഞാന് ഈ ദേശങ്ങളിലേക്ക് സുവിശേഷം പറയുമ്പോൾ ചിലർ പറയും ഞങ്ങൾ AD 345 വന്നവരാണ്, ഞങ്ങൾ ക്നാനായക്കാരാണെന്ന് ഒരു ഭാഗം, ഞങ്ങൾ യഹൂദന്മാരുടെ പിൻഗാമികളാണെന്ന് ഒരു ഭാഗം. മർത്തോമക്കാർ പറയുന്നു ഞങ്ങൾ പണ്ട് യാക്കോബയുടെ ഈ വിഗ്രഹാരാധനയൊക്കെ വിട്ട് ഞങ്ങൾ എന്താണ് ഒരു പുതിയ അനുഭവത്തിലേക്ക് വന്നതെന്ന് അവര്. പക്ഷെ ഞാൻ യാക്കോബക്കാരോടും മർത്തോമക്കാരോടും കത്തോലിക്കരോടും ക്നാനായക്കാരോടും എല്ലാവരോടും സംസാരിക്കുമ്പം അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം പരിശുദ്ധനാണ്, ഇവര് പാപിയാണെന്ന്. അപ്പൊ ക്നാനായാലും യാക്കോബയായാലും മർത്തോമയായാലും പ്രിയപ്പെട്ടവരെ കത്തോലിക്കയായാലും നിങ്ങൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനികളായാലും
എല്ലാവരും പാപിയാണെങ്കിൽ നമ്മൾ മരിച്ചിട്ട് നരകത്തിലേക്കാണ് പോകുന്നത്. അവിടെ നരകത്തിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് മതമുണ്ടോ ജാതിയുണ്ടോ? ഇല്ല. അവിടെ പ്രത്യേകിച്ച് രാഷ്ട്ര നേതാക്കന്മാരുണ്ടോ? ഇല്ല. എല്ലാവരും ഒരുപോലെ തീ നരകത്തിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥയാണ് നരകം. അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ ജാതി മതങ്ങളുടെ ഭേദങ്ങള് അത് സാത്താൻ കൊണ്ടുവന്ന് അറിയപ്പെട്ടത്. കാരണം ദൈവം ഒരിക്കൽ ഒരുവനെ മാത്രം സൃഷ്ടിച്ച് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴ് അവൻ ഒരിക്കലും ദൈവത്തിലേക്ക് മടങ്ങി വരാതിരിക്കാൻ സാത്താന്റെ ഹൃദയത്തിൽ നിന്നാണ് സകല മതങ്ങളും ഉണ്ടായത്. നോക്കിയവൻ ക്രിസ്തീയ മതം ഒന്നെടുത്ത് നോക്കിയാൽ, ഞാൻ അവരെ പറ്റി പറഞ്ഞത് മറ്റുള്ളവരെ വിട്ട് കളയുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞില്ല, നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ക്രിസ്തീയ മതവിശ്വാസികളായിട്ടും നമുക്ക് റാസയുണ്ട്, നമുക്ക് എന്താണ് പെരുന്നാളുകളുണ്ട്, നമുക്ക് ശബ്ബത്തോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മണർകാട് പോകാറുണ്ട്, നമ്മൾ പരിമല പോകാറുണ്ട്. നമ്മൾ ഓരോ വർഷവും റാസയും മറ്റു വിധമായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നൊയമ്പും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നൂറ്റാണ്ടുകളായിട്ട് നൊയമ്പ് ഏറ്റിട്ടും ഇന്നും പാപിയല്ലയോ? മാറ്റമില്ലല്ലോ. എന്തിനാ തെളിച്ച് പറയുന്നറിയാമോ? നിങ്ങൾ പലതിനെ പറ്റിയും ചിന്തിക്കണം. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അനുവർത്തിച്ചു വന്ന ഈ ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ ഇന്നും ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ, നമ്മുടെ ആത്മാവിൽ ഒരു പാപമോചനം നൽകി തരുവാൻ നമ്മുടെ മതഭക്തിക്ക് കഴിഞ്ഞിട്ടിൽ ആ മതഭക്തിയുടെ ഉപജ്ഞാതാവ് ദൈവവുമല്ല മനുഷ്യനുമല്ല സാത്താനാണ്. നിങ്ങൾ എന്താണ് എന്നും വഴിപാട് കഴിക്കണം, എന്നും യാഗം കഴിക്കണം, പാപങ്ങളെ സഹായിക്കണം. പക്ഷെ പാപമോചനം നേടാതെ എന്നോടുകൂടെ നീയും നരകാഗ്നിയിലേക്ക് ഒടുങ്ങി വരുവാൻ ഞാൻ നിന്നെ വഞ്ചിച്ചിരിക്കുന്നതാണ് സാത്താൻ മതവിശ്വാസികളോട് പറയുന്നത്. ക്രിസ്തീയ മതം ഉൾപ്പെടെ എല്ലാ മതവും സാത്താന്റെ ഹൃദയത്തിൽ ഉണ്ടായതാണ്. പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത സകലതും സാത്താന്റെ ഹൃദയത്തിലാണ്. സാത്താൻ നമ്മളെ വഞ്ചിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണ്? നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല. ഹവ്വ എന്ന് വഞ്ചിക്കപ്പെട്ടതിന്റെ കാര്യം എന്തെന്നറിയാമോ? അവളുടെ ഭർത്താവിനോട് ദൈവം പറഞ്ഞ കൽപ്പനയെ അവൾ അനുസരിക്കാതിരുന്നത്. എന്താണ്? അവളുടെ ഹൃദയം ആ ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്നത് കൊണ്ട് വഞ്ചിക്കപ്പെട്ടു. യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്ത സകല ഹൃദയങ്ങളും വഞ്ചിക്കപ്പെട്ട് നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുക. അല്ലെങ്കിൽ ദൈവം പറയുന്നു, സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് താഴെ സമുദ്രത്തിലോ യാതൊന്നിന്റെ പ്രതിമ സൃഷ്ടിക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യില്ലെന്ന് ദൈവത്തിന്റെ ഒന്നാമത്തെ കൽപ്പന. നോക്ക്, പിന്നെ വ്യഭിചാരം ചെയ്യില്ലെന്ന്, കൊലപാതകം ചെയ്യില്ലെന്നല്ല ദൈവം ഒന്നാമത്തെ കൽപ്പന. നിങ്ങൾ മറ്റൊന്നിനെയും കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെ നിങ്ങൾ ആരാധിക്കല്ല. അവൻ ഏക സത്യ ദൈവമാണെന്ന് അവൻ നിരന്തരം പറഞ്ഞു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വാദിക്കട്ടെ എന്ന് ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞു. പ്രിയപ്പെട്ട, ദൈവത്തിന്റെ ഒന്നാമത്തെ കൽപ്പന ദൈവത്തെ മാത്രമേ ആരാധിക്കാവുന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ പാപം. അങ്ങനെയാണെങ്കിൽ ആ പാപത്തിൽ നിങ്ങൾ എല്ലാവരും വഞ്ചിക്കപ്പെട്ടവരാണ്. ഞാനും വഞ്ചിക്കപ്പെട്ടവനാണെങ്കിലും ഇന്ന് ഞാൻ എന്റെ ദൈവത്തിലേക്ക് മടങ്ങി വന്നത് വഴി എന്റെ വീണ്ടെടുപ്പും പാപമോചനവും സാധ്യമായതാണ്. അങ്ങനെ ആദം ചെയ്ത പാപത്താല് അവന്റെ രക്തത്തിൽ പറഞ്ഞ ജനങ്ങള് അനേക ജാതി മതസ്ഥരായിട്ട്, അതായത് സ്വന്തമായിട്ട് ദൈവങ്ങളെ സൃഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ദൈവത്തെ സൃഷ്ടിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവം മനുഷ്യനെ അല്ലയോ സൃഷ്ടിച്ചത്? എന്നാൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുന്ന പാപത്തിലേക്ക് വീണിട്ട് അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ പല ദൈവങ്ങളെ സൃഷ്ടിക്കുകയും പല ആരാധനാക്രമങ്ങളെയും ചെയ്തുകൊണ്ട് ദൈവമല്ലാത്തതിനെ ആരാധിച്ചും ദൈവമല്ലാത്തതിനെ ഭജിച്ചും സ്വന്തം കൈപ്പണികൾ ഉല്ലസിച്ചുകൊണ്ട് പാപമോചനം നേടാതെ നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോൾ, ഇനി ഞാൻ നീട്ടുന്നില്ല, ലോകാവസാനത്തിങ്കൽ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ താണ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളോടുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? നമ്മളോടുള്ള ദൈവത്തിന്റെ അളവറ്റ സ്നേഹത്തിന്റെ ആ യഥാർത്ഥമായിരിക്കുന്ന അനുഭവം എന്താണ്? തന്റെ മടിയിലിരുന്ന തന്റെ ഏകജാതനായ പുത്രനെ, ഈ പുത്രനെ അല്ലാത്ത ലോകം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഞാൻ ഈ സുവിശേഷം മലമുകളിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇത് ഇഷ്ടമല്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ, ഈ സുവിശേഷം നിഷേധിക്കുന്നവർ കണ്ണു കെട്ടി നടക്കണം. എനിക്ക് സൂര്യനെ കാണണ്ട, ഞാൻ ഈ ഭൂമിയിൽ ഒരു ഭക്ഷണവും കഴിക്കത്തില്ലെന്ന് പറയണം. കാരണം എന്താണ്? ഈ സൂര്യനെ സൃഷ്ടിച്ചത് ഈ ക്രിസ്തുവിനാലാണ്. ഈ ക്രിസ്തുവാണ് ദൈവവചനം. ഈ വചനത്താലത്രേ സൂര്യൻ ഉണ്ടായത്, ഈ വചനത്താലത്രേ ഭൂമി ഉണ്ടായി വന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ നിഷേധിക്കുന്നവൻ ആകാശത്തെയും ഭൂമിയും കൂടെ നിഷേധിക്കണം. അതിന് നിങ്ങൾക്ക് കഴിയത്തില്ലല്ലോ. നിങ്ങൾക്ക് കർത്താവിനെ നിഷേധിക്കുകയും കർത്താവ് തരുന്ന ദാനങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നന്ദി കെട്ടവരായിട്ട് അവന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവപുത്രനായിരിക്കുന്ന ദൈവവചനമായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ പാപത്തിൽ നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് ലോകാവസാനത്തിൽ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വരികയാണ്. നിങ്ങൾക്കറിയാമോ, ന്യായപ്രമാണം പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമാണ്. ന്യായപ്രമാണം ദൈവം മനുഷ്യന് തന്നത് നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തി തരുവാനാണ്. നമ്മുടെ പാപത്തിന്റെ ഭയങ്കരത്വം ഗ്രഹിപ്പിക്കുവാൻ അത്രേ ന്യായപ്രമാണം തന്നത്. അത് നമ്മളെ രക്ഷിപ്പാനല്ല, നമ്മുടെ പാപത്തിന് ശിക്ഷ വിധിപ്പാനുള്ള നിയമപുസ്തകമായിരിക്കുന്നു. ആ ന്യായപ്രമാണ പ്രകാരം നമ്മളെല്ലാവരും മരണവിധിക്ക് യോഗ്യനാണ്. അങ്ങനെ നമുക്ക് പിന്നെ ദൈവം മോശ മുഖാന്തരം ന്യായപ്രമാണം തന്നിട്ട് വേണം ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ. അപ്പോൾ മോശയെ ദൈവം ആദ്യം അയച്ചത് ക്രിസ്തുവിന്റെ വരവിന്റെ മുന്നോടിയാണ്. ന്യായപ്രമാണം വന്നിട്ടല്ലാതെ പാപം എന്തെന്ന് നമ്മൾ അറിയുന്നില്ല. ആ പാപത്തെ പറ്റി നമുക്ക് ബോധം വന്നപ്പോൾ ഈ മരണത്തിൽ തന്നെ ആർ രക്ഷിക്കുമെന്നൊരു ചോദ്യം. അപ്പോഴാണ് പറഞ്ഞത്, എന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയാണ്. അങ്ങനെ നോക്ക്, പിന്നെ മോശ തന്ന ന്യായപ്രമാണ പ്രകാരം നമ്മളെല്ലാം മരണവിധിക്ക് യോഗ്യരായിട്ട് തീർന്നപ്പോൾ ലോകാവസാനത്തിങ്കൽ ആ പാപ
പാപമരണത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് ഉളവായിട്ട് വന്ന പാപത്തിന്റെ ശക്തിയിൽ നമ്മളെ വീണ്ടെടുപ്പാന് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് അയക്കുകയും ഈ ഭൂമിയിൽ യഥാർത്ഥമായിട്ടും പാപമില്ലാതെ ജനിച്ച ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. അവന്റെ അമ്മ മറിയയും പാപിയായിട്ടാണ് ജനിച്ചത്. അവളും ഒരു പുരുഷ രക്തത്തിൽ നിന്നാണ് ജനിച്ചത്. ഇല്ല, അവളും സ്വർഗത്തിൽ നിന്ന് ജനിച്ചവളായിരുന്നെങ്കിൽ നമുക്ക് 2 രക്ഷകന്മാര് വരുമായിരുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് തീരുവിന്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്ന പൗലോസ്ലീഹ പറയുമ്പോൾ അവൻ മറിയയുടെ സന്തതിയായിട്ടല്ല, അവൻ ദൈവത്തിന്റെ പുത്രനായിട്ട് അംഗീകരിക്കുന്നവർക്ക് അത്രേ രക്ഷയുള്ളത്. എന്നാൽ നോക്കുവിന്, യേശുക്രിസ്തു മാത്രമേ ഈ ഭൂമിയിൽ പുരുഷ രക്തം കൂടാതെ ജനിച്ചിട്ടുള്ളൂ. യേശുക്രിസ്തു മാത്രമേ ഈ ഭൂമിയിൽ ദൈവത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, മറ്റവരെല്ലാവരും ആദമിന്റെ മക്കളാണ്. ആ യേശുക്രിസ്തുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ ആദമിന്റെ രക്തത്തിൽ ജനിച്ചത് കൊണ്ട് അവളും പാപിയായിട്ടാണ് ഭൂമിയിൽ ജനിച്ചത്. അവൾക്കും പാപമോചനം പെന്തക്കോസ്ത് നാളില് അവരെ യെരുശലേമിൽ കൂടിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവളിലേക്ക് വരുമ്പോഴാണ് അവളും ദൈവത്തിന്റെ മകളായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടത്. എന്നാൽ നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ ഇവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം ലഭിക്കണമെന്നുള്ള ആ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ക്രിസ്തു സ്വർഗം വിട്ട ഒരു മനുഷ്യനായിട്ട് കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്നുള്ള പദവിക്കൊത്തോണം ഭൂമിയിലേക്ക് ജനിക്കുകയും ഈ ഭൂമിയിൽ പാപമില്ലാതെ ജനിച്ച ഒരേ ഒരു വ്യക്തി, മറ്റാരും ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല. അവൻ ലോകത്തിലേക്ക് വന്നത് ഈ പാപമില്ലാത്ത രക്തം ചൊരിയപ്പെടുന്നുവെങ്കിൽ ആ പാപമില്ലാത്ത രക്തത്താൽ നമ്മുടെ പാപങ്ങളെ മായ്ക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, കുരുടൻ കുരുടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴത്തില്ലയോ? അതേ, പാപമില്ലാത്ത ഒരു രക്തത്തിന് മാത്രമേ നമ്മളെ കഴുകാൻ കഴിയത്തുള്ളൂ. പാപിയായിരിക്കുന്ന ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയ്ക്കോ വഴിപാടിനോ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് നിന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ കഴിയത്തില്ല. ആകുമായിരുന്നെങ്കിൽ ആ പാപിയായിരിക്കുന്നവൻ നൂറ്റാണ്ടുകളായിട്ട് പുരോഹിതന്മാർ വീണ്ടും വീണ്ടും ഞങ്ങൾ പാപികളാണെന്ന് ഏറ്റു പറയുമായിരുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട, പാപമോചനം നേടി ദൈവത്തിന്റെ മകനും വിശുദ്ധനുമായിട്ട് തീർന്ന സുവിശേഷകനായിരിക്കുന്ന വിജയഗോപാൽ എന്ന പേരോടുകൂടിയായിരിക്കുന്ന ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് കടന്നു വന്ന എന്റെ വാക്കുകൾക്ക് ചെവി തന്നുകൊള്ളുവിന്. കാരണം എന്താണ്? ഇന്നും നാളെയും ഒക്കെയുമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ മരിച്ചു പോകും. എന്നാൽ മരിച്ചവരെല്ലാവരും വീണ്ടും കണ്ടെത്തുന്ന ദിവസത്തിൽ മരിച്ചവരെല്ലാം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതേ പ്രസംഗം നിങ്ങളുടെ ചെവികളിലേക്ക് ദൈവം തുളച്ചു കയറുമാറാക്കും. ഇതേ പ്രസംഗം നിങ്ങളെ ന്യായം വിധിക്കും. എന്താണ് തെളിവ്? പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളുടെ രഹസ്യങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുന്ന നാളില് പൗലോസ് എഴുതി വെച്ച, അപ്പോസ്തലന്മാർ എഴുതി വെച്ച ബൈബിൾ മുഖാന്തരമല്ലാതെ നിങ്ങളെ ന്യായം വിധിക്കത്തില്ല. പാരമ്പര്യം നിങ്ങളെ രക്ഷിക്കത്തില്ല. പൗരോഹിത്യം നിങ്ങളെ വീണ്ടെടുക്കത്തതുമില്ല. എന്നാൽ നോക്കുവിന്, ആ യേശുക്രിസ്തു പാപമില്ലാത്തവനായിട്ട് ജനിച്ച് 30 വർഷക്കാലം തന്റെ അമ്മ മറിയോടും അവന്റെ അമ്മ പ്രസവിച്ച വേറെ 6 മക്കൾ അവന്റെ വീട്ടിലുണ്ട്. യേശുക്രിസ്തു ഉൾപ്പെടെ 7 കുഞ്ഞുങ്ങളെയോ 7-ലധികം കുഞ്ഞുങ്ങളെയോ മറിയ പ്രസവിച്ചിരുന്നു. ജ്യേഷ്ഠാവകാശത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി അവൻ തച്ചന്റെ പണി ചെയ്തുകൊണ്ട്, കൂലിപ്പണി ചെയ്തുകൊണ്ട്, ഒരു മനുഷ്യനെ പോലെ, നമ്മളെ പോലെ ഒരു മനുഷ്യനെ പോലെ അവൻ തന്നെത്താൻ താഴ്ത്തി. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ എങ്ങനെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കാമെന്ന് അവൻ കാണിച്ചു തന്നു. അവനിൽ പാപം ചെയ്തില്ല. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായിട്ട് അവൻ പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ അവൻ 30 വർഷങ്ങൾക്ക് ശേഷം അവന്റെ ഭവനത്തിൽ നിന്ന് അവൻ വിടുവിക്കപ്പെട്ടു. ഒരുപക്ഷെ അവന്റെ അമ്മ മറിയ മാത്രം അവനെ സ്നേഹിച്ചു കാണും. ആ ഭവനം വിട്ട് അവരിതാ പാലസ്തീന്റെ തെരുവുകളിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് അവന്റെ വീട് വിട്ട് ഇറങ്ങിയെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? ഒരിക്കൽ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, പറവുകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് കുഴിയുണ്ട്, മാളമുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവന്റെ വീട്ടിലെ അംഗത്വം നഷ്ടപ്പെടുന്നില്ല. എന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ, അവരിതാ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. മലകളിൽ പോയിട്ട് അവൻ രാത്രികാലം പ്രാർത്ഥന കഴിക്കുകയാണ്. ആ യേശുക്രിസ്തു 30 വർഷക്കാലം യഹൂദൻ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങണമെന്നുള്ള നിയമപ്രകാരം കീഴടങ്ങി. 30 വയസ്സിന് ശേഷം അവൻ എന്താണ്? ഒരു യഹൂദൻ അമ്മയപ്പന്മാർക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ല. അവന്റെ സ്വതന്ത്രമായിരിക്കുന്ന ഇച്ഛയിലേക്ക് കടന്നു പോകാനുള്ള സമയമായപ്പോൾ ആ ന്യായപ്രമാണത്തിന്റെ നിയമത്തിൽ നിന്നും അവൻ 30-ാമത്തെ വയസ്സിൽ പുറത്തു വന്നു. എന്നിട്ട് തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് പാലസ്തീന്റെ തെരുവുകളിലേക്ക് ഇറങ്ങി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുമെന്ന് ഘോഷിച്ചു. ഞാൻ എത്രയോ വേഗത്തിലാണ് പ്രസംഗിക്കുന്നത്. സന്ധ്യ വരെ പ്രസംഗിക്കാനുള്ള ജ്ഞാനമുണ്ട്, അധികാരമുണ്ട്, അഭിഷേകമുണ്ട്. എന്നാൽ ഞാൻ ഇപ്പോൾ വേഗത്തിൽ പ്രസംഗം നിർത്തുകയാണ്. അവൻ പാലസ്തീന്റെ തെരുവുകളിൽ കൊണ്ട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട, ഇന്നത്തെ ചില പെന്തക്കോസ്ത് പാസ്റ്റേഴ്സ് പോലും തെറ്റിക്കടക്കാണ്. എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെന്ന കടം വീടും, യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെന്ന രോഗസൗഖ്യം കിട്ടും, ഇതേ അവർക്ക് പറയാനുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ പാപമോചനമാണെന്ന യഥാർത്ഥമായിരിക്കുന്ന ലക്ഷ്യം അവർ പ്രസംഗിക്കത്തില്ല. അവരും കർത്താവിന് മുമ്പിൽ കുറ്റക്കാരാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഡൽഹി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ദൂരദേശത്തേക്ക് ട്രെയിനിൽ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ട്രെയിൻ ടിക്കറ്റും കുറച്ച് പണവും കാണും പോക്കറ്റില്ല. അതിൽ യാചകന്മാര് വരും, അമ്മ വല്ലം തരണം
കാണണമെന്ന് പറഞ്ഞ് നിങ്ങൾ അവർക്കെല്ലാം 5 രൂപയോ 2 രൂപയോ 10 രൂപയോ ഭക്ഷണം ഒക്കെ കൊടുക്കുന്നു. പ്രിയപ്പെട്ട, യഥാർത്ഥമായിട്ടും ട്രെയിനിലുള്ള യാചകന്മാർക്ക് ഭക്ഷണം കൊടുക്കാനല്ല നിങ്ങൾ പോകുന്നത്. പിന്നെയോ നിങ്ങൾക്ക് ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ഒരുപക്ഷെ ബോംബെ ആണെങ്കിൽ ബോംബെ, നിന്റെ മകനെയോ ഭാര്യയോ മക്കളെയോ ആരെങ്കിലും അവിടെ കാണാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യബോധത്തിലേക്ക് പോകുന്നത് പോലെ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാനും മുടന്തുള്ളവരെ നടത്തുവാനുമുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല ക്രൂശിൽ മരിക്കണം. അതെ, ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ല, ലോകസ്ഥാപനം മുതൽ യേശുക്രിസ്തു അടക്കപ്പെടണമെന്നുള്ള പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനത്രേ അവൻ ലോകത്തിലേക്ക് വന്നത്. ആ ക്രൂശിലേക്ക് അവൻ മരിപ്പാനായിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് അവനോട് യാചിച്ചവർക്കൊക്കെ യാചിച്ച വസ്തു എന്തോ അതവൻ കൊടുത്തതേ ഉള്ളൂ. അത് അവന്റെ കരുണയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിട്ടും സുവിശേഷത്തിന്റെ ലക്ഷ്യം നിങ്ങളുടെ പാപമോചനമാണ്. ആ പാപമോചനം ലക്ഷ്യമാക്കി പറയാത്ത എല്ലാവരും കള്ളന്മാരും കവർച്ചക്കാരുമാണ്. അവർ നിങ്ങളെ വഞ്ചിക്കുകയാണ്. താൽക്കാലിക ലാഭത്തിന് വേണ്ടി നിങ്ങളുടെ രോഗസൗഖ്യം മാത്രം പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഗൾഫിൽ വിടുവാനും UK വിടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉപദേശിമാരെ നിങ്ങൾ അംഗീകരിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ എന്താണ്? കള്ളത്തരം പറയുകയാണ്. അവർ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയവരാണ്. സുവിശേഷം അറിയിക്കുന്നത് നിങ്ങളുടെ പാപമോചനമാണ്. നിങ്ങൾ മരിച്ചവരാണ്, നിങ്ങൾ പാപികളാണ്, നിങ്ങൾ നരകവിധിക്ക് യോഗ്യരാണ്. എന്നാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടാല് അവന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നുള്ള പാപമോചനത്തിലെ ദൈവം അയച്ചിരിക്കുന്ന അധികാരമുള്ള ഞാൻ നിങ്ങളോട് ഘോഷിക്കുന്നത്. ആകയാൽ യേശുക്രിസ്തു 3.5 വർഷക്കാലമുള്ള തന്റെ പൊതു ശുശ്രൂഷകളെ തീർത്തതിന് ശേഷം ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ തന്റെ പുത്രൻ മരിക്കണമെന്നുള്ള പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള സമയമായപ്പോൾ അവൻ ഗോൽഗോഥ മലമുകളിലേക്ക് കയറി പോവുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നുള്ള വചനം, പാപമോചനം ഞാൻ പ്രസംഗിക്കുകയാണ്. ഇത് പറയാൻ വേണ്ടി ഹിസ്റ്ററി ഞാൻ അല്പമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തന്റെ ആ മരിക്കേണ്ട അനുഭവത്തിലേക്ക് വരുമ്പോൾ, കാൽവറി ക്രൂശിൽ മരിക്കേണ്ട അനുഭവത്തിലേക്ക് വരുമ്പോൾ, പെസഹ ദിവസം അവൻ ഇതാ ഗെത്സമന തോട്ടത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിലും ഈ പാനപാത്രം എങ്കിൽ നീക്കിക്കളയണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പെസഹ ദിവസമാണ് യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്താണ് പെസഹ എന്നറിയാമോ? BC 1445 ആദ്യത്തെ പെസഹ ആരംഭിക്കുന്നത്. ഈജിപ്തിൽ കടന്ന യഹൂദന്മാരെ ആ ഫറവോന്റെ സാമ്രാജ്യത്തിൽ രക്ഷ പ്രാപിക്കാൻ നേരം ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടളക്കാരിൽ പെരട്ടിയത് കാര്യം നിങ്ങൾക്കറിയാം. ഇതാണ് പെസഹ. അന്ന് കുഞ്ഞാടിന്റെ രക്തമുള്ള ഒരു ഭവനത്തിലും മരണദൂതം കയറി വന്നില്ല. ആ കുഞ്ഞാടിന്റെ രക്തം പെസഹയായിട്ട് അവർ ആചരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. അവരെ ഇസ്രായേൽ രാജ്യത്ത് വന്നപ്പോഴും അവർ കാനാൻ ദേശത്ത് വന്നപ്പോഴും അത് ആചരിച്ചു കൊണ്ടിരുന്നു. ആ പെസഹ ദിവസം തന്നെ യേശുക്രിസ്തുവിനെ പിടിച്ചതിന്റെ കാര്യം എന്തെന്നറിയാമോ? BC 1445 ആ ഇസ്രായേൽ ജനം ഈജിപ്തിൽ വെച്ച അറുത്ത് കട്ടളക്കാലിൽ പരട്ടിയ കുഞ്ഞാടിന്റെ രക്തം യഥാർത്ഥമായിട്ടും യേശുക്രിസ്തു ആയിരുന്നു. അവന്റെ അതാണ് ആ പെസഹ ദിവസം തന്നെ അവനെ അറസ്റ്റ് ചെയ്യുവാനിടയായത്. അങ്ങനെ ആ യേശുക്രിസ്തു അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ ശിഷ്യനായിരിക്കുന്ന യൂദ ഇസ്കര്യോത്ത് 30 വെള്ളിക്കാശിന് അവനെ ഒറ്റുകൊടുത്തു. അവനെ ഇതാ പിടിച്ച് രാത്രികാലം അവരുടെ മഹാപുരോഹിതനായിരിക്കുന്ന കയ്യഫാവിന്റെ മുമ്പിൽ നിർത്തി. പ്രിയപ്പെട്ടവരെ, ഇത് ഇരുട്ടിന്റെ നാഴികയാകുന്നു. കർത്താവ് മുമ്പേ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ പറ്റാത്ത രാത്രി വരുന്നു. ആ പ്രവചനം തീർന്നാണ്. ഇനി ആ വചനം ആരും എഴുതി വെച്ചിട്ട് മറ്റുള്ളവരെ ഭ്രമിക്കണ്ട. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേ ദിവസമുള്ള ആ രാത്രിയെ പറ്റിയാണ് പറഞ്ഞത്. ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കാരണം ദൈവം നിശ്ചയിച്ചാക്കിയതാണ് തന്റെ പുത്രൻ ായിരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കണം. അങ്ങനെ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ മുമ്പിൽ നിർത്തുമ്പോൾ അവനെ നിരവധിയായിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അവൻ കുറ്റം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവനെ കൊല്ലേണ്ടത് പുരോഹിതന്മാരുടെ ആവശ്യമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാൻ പ്രിയപ്പെട്ടവരെ, അവന്റെ പുറകെ ജനങ്ങൾ പോവുകയാണ്. അസൂയ മൂത്തട്ടത്രേ പുരോഹിതന്മാർ അവനെ കൊല്ലുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അവന്റെ അല്ലെങ്കിൽ ആ ജഡ്ജി ആയിരിക്കുന്ന പീലാത്തോസ് പിന്നെ സാക്ഷ്യം പറയുവാനിടയായി. എന്നാൽ കയ്യഫാവ് അവനെ വിസ്തരിക്കുമ്പോഴും അവന് കുറ്റമില്ലെങ്കിൽ വിട്ടയപ്പാൻ അവർക്ക് കഴിയത്തതുമില്ല. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലാതെ ഒരു ദൈവമില്ലെന്നുള്ള ന്യായപ്രമാണ പ്രകാരം ഇവനെ കുറ്റം വിധിക്കാനാണ് ഇവൻ പറഞ്ഞു, ഞാനാകുന്നു, ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞത് വഴി ദൈവം ഏകനെ ഉള്ളൂ എന്നുള്ള നിയമപ്രകാരം ഇവനെ കൊല്ലുവാൻ അവർക്ക് എന്താണ് പഴുത് കണ്ടെത്തുകയാണ്. അവരെന്താണ് അതിന് അധികാരമുള്ള റോമൻ കൈസറുടെ നാട് വഴിയായിരുന്ന പീലാത്തോസിന്റെ മുമ്പിൽ നിർത്തുകയും അവൻ നിരവധിയായിരിക്കുന്ന ചോദ്യം ചെയ്യില്ല, അവൻ കുറ്റം കണ്ടെത്താൻ വിട്ടയക്കാൻ ആശിച്ചിട്ടും ജാതീയനായിരിക്കുന്ന റോമക്കാരനായിരിക്കുന്ന മഹാക്രൂരനായിരിക്കുന്ന ആ ജഡ്ജി പോലും ആ പീലാത്തോസ് പോലും യേശുക്രിസ്തുവിന് മുമ്പിൽ ഭയന്നു പോയി. പ്രിയപ്പെട്ടവരെ, പക്ഷെ സ്വന്തം ജനമായിരിക്കുന്ന യഹൂദന്മാർ അവനെ കൊല്ലുവാനായിട്ട്. നിങ്ങൾ ആരെങ്കിലും യഹൂദന്മാരായിട്ട് എന്നെ കേൾക്കുന്നവരുണ്ടോ? നിങ്ങൾ ആരെങ്കിലും യഹൂദന്മാരെന്ന് ഇപ്പോഴും പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലജ്ജയാണത്. കാരണം എന്താണ്? യഹൂദൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കൊന്നവരും പ്രവാചകന്മാരെ കൊന്നവരുടെയും മക്കൾ എന്നാണ് എന്റെ അർത്ഥം. അതിൽപ്പോ ഒരു നാണക്കേട് വേറെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരുത്തൻ യഹൂദൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞങ്ങൾ യേശുക്രിസ്തുവിനെ കൊന്നവനാണ്, യേശുക്രിസ്തു അയച്ചിരിക്കുന്ന ദൈവം അയച്ചിരിക്കുന്ന പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളാണെന്ന്. അയ്യോ, വചനം അറിയാവുന്നവരുടെ മുമ്പിൽ ഇത്രമാത്രം ലജ്ജയും അപമാനവും വേറെ എന്തുള്ളൂ പ്രിയപ്പെട്ടെ? തള്ളിക്കളപ്രിയപ്പെട്ടവരെ, മതഭക്തി വിട്ടുകളയുവിന്. എന്നാൽ യേശുക്രിസ്തുവിനെ അവർ ക്രൂശിക്കാനായിട്ട് അയക്കുമ്പോൾ, പീലാത്തോസ് അയക്കുമ്പോൾ നോക്കുവിന് ഇടഭാഗങ്ങളെല്ലാം ഞാൻ വിട്ടുകളയാണ്. ആ യേശുക്രിസ്തുവിനെ ക്രൂശിലേക്ക് അയക്കുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കും
ആയിരിക്കുന്ന ക്രിസ്തു എന്ന് അവരുടെ മതപുരോഹിതന്മാർ ചോദിച്ചു. എന്നാൽ പീലാത്തോസിന് അറിയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളായിരുന്നു, നീ യഥാർത്ഥമായിട്ടും യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അതെ, ഞാൻ യഹൂദന്മാരുടെ രാജാവ് തന്നെ. അപ്പോൾ നോക്കുവിന് യഹൂദന്മാരുടെ രാജാവിനെ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നോക്കുവിന് നിന്നോടുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം ഞാൻ പറയാണ്. നീ എന്താണ് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ഇന്നലെയും കള്ളുകുടിച്ചില്ലയോ? ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് യേശുക്രിസ്തു അല്ലാതെ മറ്റു രൂപങ്ങളെ നീ ആരാധിച്ചവനല്ലയോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നരകവിധിയിലേക്കാണ് പോകുന്നത്. പുരോഹിതന്മാരെ നിങ്ങൾ ജനങ്ങളെ വഞ്ചിച്ച് നിങ്ങളോട് കൂടെ നരകവിധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞങ്ങളെ പോലുള്ളവർ സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ പറയുന്നു സുവിശേഷന്മാരെ വീട്ടിൽ കയറ്റല്ല, നിങ്ങൾ സ്നാനമേൽക്കല്ലെന്ന് പറഞ്ഞ് അവരെ നിങ്ങളോട് കൂടെ നരകത്തിൽ വിടുന്നത് എന്തിന്? എന്റെ പ്രിയപ്പെട്ടവരെ, ബോധമുള്ളവരും ദൈവഭയമുള്ളവരുമായിട്ട് ഇവൻ ദൈവത്തിന്റെ വചനത്തിൽ വിറയ്ക്കുന്നവരായിട്ട് തീരുമെന്ന് ഞാൻ നിങ്ങളോട് ഘോഷിക്കുകയാണ്. എന്നാൽ ആ യേശുക്രിസ്തുവിനെ പീലാത്തോസിന്റെ മുമ്പിൽ നിന്നും യഹൂദ ജനത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ പ്രിയപ്പെട്ടവരെ, അതിന്റെ ആ ഭയങ്കരാവസ്ഥ നോക്കിയോണേ. അവരുടെ രക്ഷകൻ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവനും അവനെ കൈക്കൊണ്ടില്ല. ആ യേശുക്രിസ്തുവിനെ പീലാത്തോസിന്റെ കരങ്ങളിൽ നിന്നും റോമൻ പടയാളികളും യഹൂദ മതപുരോഹിതന്മാരുടെ അനുസാരികളും കയ്യിലേക്കുമ്പോഴേ അയ്യോ, കാട്ടുനായ്ക്കളുടെ കൈ കെട്ടിയ കുഞ്ഞാട് പോലെ അവനെ ചാട്ടുവാറ് വീശി അടിക്കുന്നതിന് മുമ്പ് അവന്റെ തലയിൽ മുള്ളുകൊണ്ട് കിരീടം മടഞ്ഞു വെച്ചിട്ട് അവന്റെ മുഖത്ത് തുപ്പി അവന്റെ മുമ്പിൽ മുഴങ്കാലം അടക്കി നമസ്കരിച്ചുകൊണ്ട് യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുമ്പോഴേ എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവാരാണ്? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സത്യദൈവം. അവന്റെ മുഖത്ത് തുപ്പുവാൻ തക്കവണ്ണം യഹൂദന്മാർക്ക് ലജ്ജ തോന്നിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ, യഹൂദന്മാരെന്ന് ആരെങ്കിലും പേരെടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ലജ്ജാകരമായിരിക്കുന്ന അനുഭവത്തിലാണ് കടന്നു പോകുന്നത്. നമ്മുടെ കർത്താവിനെ തുപ്പിയത് നിങ്ങളാണ് പ്രിയപ്പെട്ടവരെ, ആ യഹൂദന്മാരാണ്. അവന്റെ മുഖത്ത് തുപ്പി അവന്റെ രക്ഷവും മിണ്ടില്ല. കാരണം എന്താണ്? നമ്മുടെ നിന്ന് അവന്റെ മേൽ വീഴേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ അടിയേറ്റ് അതിനുശേഷം അവനെ ചാട്ടവാറ് വീശി അടിച്ച് അവന്റെ ശരീരത്തിലെ മാംസഘട്ടങ്ങൾ തെറിപ്പിച്ച് കളയുമ്പോഴേ പ്രിയപ്പെട്ടവരെ, ഓരോ അടിയും നമ്മുടെ മേൽ വീഴേണ്ടതായിരുന്നു. നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ ശിക്ഷ ദൈവം തന്റെ പുത്രന്റെ മേലേക്ക് ചൊരിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? ഒരു പാപവും ചെയ്തിട്ടില്ല. എന്നിട്ടും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവത്തിന്റെ കോടതി നിയമത്തിന് മുമ്പിൽ നമ്മുടെ സ്വന്തമായിരിക്കുന്ന പാപങ്ങളെ അവൻ ചുമന്നത് വഴി നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് അവൻ അടിയേറ്റ് തീർക്കപ്പെടേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊന്ന് ധ്യാനിച്ചെങ്കിൽ നീ എങ്ങനെ കണ്ടുപിടിക്കും? അതൊന്ന് ധ്യാനിച്ചെങ്കിൽ നീ യേശുക്രിസ്തുവിനെ വിട്ട് മറ്റൊന്നിനെ എങ്ങനെ ആരാധിക്കുമായിരുന്നു? പ്രിയപ്പെട്ടവരെ, അയ്യോ, ഒന്ന് നോക്ക് പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിലേക്ക് നിങ്ങളൊന്ന് വരണം. എന്റെ പ്രിയപ്പെട്ടവരെ, മരണമുള്ള എല്ലാവരും ആ സ്നേഹത്തെ ധ്യാനിക്കണം. പ്രിയപ്പെട്ടവരെ, ആരും പല്ലറുമണ്ട പ്രിയപ്പെട്ടവരെ, ആരും പല്ലറുമണ്ട. അന്ന് യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസും യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത കയ്യഫാവ് ഉൾപ്പെട്ട പുരോഹിതന്മാരും യൂദായും എല്ലാം നാളെ ന്യായവിധി ദിവസം യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ ഭയങ്കരത്വം ഒന്ന് ഓർത്തു നോക്കുന്നെങ്കിൽ ഈ സുവിശേഷത്തെ നിങ്ങൾ ആരും എതിർക്കണ്ട. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം ഘോഷിക്കാൻ അധികാരമുള്ളൂ. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈ പാപമോചനം പ്രസംഗിപ്പാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, കാരണം ഞങ്ങൾ കരയുന്നു, നിങ്ങൾ മരിച്ചാൽ നരകത്തിലേക്കാണ് പോകുന്നത്. ആ നരകത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ പുരോഹിതന്മാരുടെ കള്ളപ്രാർത്ഥനകൾക്ക് കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കണ്ണുനീരോട് പറയുന്നു, ആ ക്രൂശിലേക്ക് നോക്കുവിന്. ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് അടിയേറ്റ് തകർക്കപ്പെട്ടവനായിട്ട് നമ്മുടെ പാപഭാരമായിരിക്കുന്ന കഴുകുമരം ചുമന്നുകൊണ്ട് ആ ഗോൽഗോഥ മലമുകളിൽ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ ശരീരം മുഴുവനും മൃദുതനായിട്ട് അവന്റെ വിശുദ്ധ രക്തം അവസാന തുള്ളി രക്തം വരെയും ഭൂമിയിലേക്ക് ചൊരിയപ്പെട്ടവനായിട്ട് ആ ക്രൂശിൽ നിലവിളിയോടുകൂടെ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ തന്റെ പ്രാണനെ ഉപേക്ഷിച്ച് കളയുമ്പോൾ അവൻ നിന്നെ ഓർത്തു കേട്ടോ. എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് അവൻ മരിച്ചത്. എന്റെ കുഞ്ഞെ, ഞാനിങ്ങനെ മരിച്ചിട്ടില്ലെങ്കിൽ നീ നരകവിധിയിലേക്ക് പോകും. എന്റെ കുഞ്ഞെ, ഞാനിങ്ങനെ കഷ്ടമേറ്റില്ലെങ്കിൽ ഈ കഷ്ടം നീ ഏൽക്കേണ്ടി വരും. നോക്ക്, നീയാണ് പാപം ചെയ്തത്. പാപമില്ലാത്ത എന്റെ മേൽ എന്റെ പിതാവി കുറ്റം വിധിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഏകജാതനെ പുത്രനെ അവനെന്താണ് ബഹുമാനിക്കാതെ ആദരിക്കാതെ പാപികളായിരിക്കും നമ്മളെ ആദരിച്ച് ദൈവസ്നേഹം ഒന്ന് ധ്യാനിച്ചുകൂടെയോ? ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ കണ്ടു, ആ തിരശീല മന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ട് താഴെ വരെയും 2ആയിട്ട് കീറിപ്പോവുകയാണ്. പ്രിയപ്പെട്ട ഈ തിരശീല എന്താണ്? ഇന്ന് നിങ്ങൾ പള്ളികളിൽ തിരശീല ഇട്ടുകൊണ്ട് അതിനപ്പുറം ദൈവമുണ്ടെന്നും ഇതിനിപ്പുറം പാപിയായിരിക്കും നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ള ബോധത്തിൽ ആ തിരശീലയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വർഗരാജ്യം കാണുവാൻ കഴിയത്തില്ല. ആ തിരശീല ദൈവവും നമ്മളും തമ്മിലുള്ള ശത്രുത്വമാണ്. ശലോമോൻ ദൈവത്തിന്റെ ആലയം പണിതു സ്വർണ്ണം കൊണ്ട് ടൺ കണക്കിന് സ്വർണ്ണം കൊണ്ടും ആ അനേകം ടൺ കണക്കിന് ദേവദാരും കൊണ്ടും വെള്ളി കൊണ്ടും മറ്റനവധി വിധമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ചന്ദനം കൊണ്ടുമൊക്കെയും ആ ദൈവത്തിന്റെ ആലയം പണിഞ്ഞുറപ്പിച്ചിട്ട് 1,20,000-ലധികം ആട്ടുകൊറ്റന്മാരുടെ രക്തം യാഗപീഠത്തിൽ ചൊരിഞ്ഞു. 22,000 കാളകളെ അറുത്തതിന്റെ രക്തം യാഗപീഠത്തിൽ ചൊരിഞ്ഞു. പക്ഷെ തിരശീല കീറിപ്പോയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവവും മനുഷ്യൻ നമ്മുടെ ശത്രുത്വം നിങ്ങൾക്ക് മാറ്റിക്കളയുവാൻ കഴിഞ്ഞതുമില്ല. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ആ തിരശീല മുകൾ തൊട്ട് താഴെ വരെയും കീറിപ്പോയിട്ട് ഏത് പാപിക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് പുരോഹിതന്മാരെ കൂടാതെ യാഗങ്ങളോ ബലികളോ ആചാരങ്ങളോ നൊയമ്പുകളോ ഇല്ലാതെ വിശ്വസിക്കുന്ന ഏവരെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക്
കൊണ്ടുവരുവാൻ തക്കവണ്ണം ആ ദൈവവും മനുഷ്യൻ നമ്മളെ ശത്രുത്വം എന്ന തിരശീല കീറിക്കളഞ്ഞ് ഏത് പാപിക്കും ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം ദൈവത്തിലേക്ക് പ്രവേശിപ്പായത് സൗജന്യമായിരിക്കുന്ന പുതുവഴി, ജീവന്റെ പുതുവഴി ആരംഭിച്ചിരിക്കുന്നു. ഇനി തിരശീലയ്ക്ക് പുറകിലിരിക്കുന്നവരെല്ലാവരും യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നു. യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ സാക്ഷ്യം പറയുന്നു പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു മരിച്ച നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ തിരശീലയ്ക്ക് പുറകിൽ ഇന്നും വരും നിങ്ങൾ കരയുമായിരുന്നില്ല. ഞങ്ങൾ സന്തോഷിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചതോർത്ത്. ആകിയാൽ നോക്കുവിന് ആ തിരശീല യേശുക്രിസ്തുവിന്റെ യാഗത്താൽ കീറപ്പെട്ടത് വഴി ഇതാ എബ്രായ ലേഖനം പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിൽ ദൈവമേ നീ പ്രസാദിച്ചില്ല, ഹനനയാകവും ഹോമയാകവും നീ ഇച്ഛിച്ചതുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ നീ എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തിൽ മാത്രമേ ദൈവം പ്രസാദിച്ചുള്ളൂ. ശലോമോന്റെ ലക്ഷക്കണക്കിന് മൃഗങ്ങളുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല പ്രിയപ്പെട്ടവരെ. ആ പഴയ നിയമത്തിൽ ചെയ്ത ഒരു കാളകിടാങ്ങളുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചതെങ്കിൽ തിരശീല അന്നേ കീറുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ തിരശീല കീറിയത് വഴി ദൈവത്തിന് മനുഷ്യനുള്ള ശത്രുത്വം നീക്കപ്പെട്ടത് വഴി ആ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പുതിയ വഴി, പുതിയ ജീവന്റെ പുതുവഴി തുറന്നിരിക്കുകയാണ്. യാഗങ്ങളില്ലാത്ത, ബലികളില്ലാത്ത, കർമാചാരങ്ങളും വഴിപാടുകളും ഇല്ലാത്തതുകൊണ്ട് പൗരോഹിത്യമില്ലാത്ത വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള ജീവന്റെ പുതുവഴി ആ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. എന്റെ പ്രിയപ്പെട്ട പൗരോഹിത്യം ഇവിടെ തീർന്നു പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടെ പൗരോഹിത്യ ശുശ്രൂഷ ഇനി ഇല്ല പ്രിയപ്പെട്ടവരെ. പൗരോഹിത്യ ശുശ്രൂഷ സമ്പൂർണ്ണമായിട്ടും ക്രൂശിലെ യാഗത്തോടെ മാറ്റപ്പെട്ടതാണ്. എന്നാൽ യേശുക്രിസ്തു മരിച്ചു, അവൻ അടക്കപ്പെട്ടു. അവൻ മരിക്കുമ്പോൾ നമുക്കറിയാം ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറക്കപ്പെട്ടു. അനേക വിശുദ്ധന്മാര് കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം യെരുശലേമിൽ പ്രത്യക്ഷപ്പെട്ടത് എഴുതിയ വചനം എന്താണെന്നറിയാമോ? അന്ന് വരെയും അധികാരം സാത്താന്റെ കരങ്ങളിലായിരുന്നു. ആ യഥാർത്ഥ പാതാളത്തിന്റെ താക്കോൽ സാത്താന്റെ കരങ്ങളിലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ മരണാധികാരിയായിരുന്ന സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ തിരികെ വാങ്ങി അവനെ എന്താണ് ഒരു കൂത്തുകാഴ്ചയാക്കി മാറ്റി കളഞ്ഞെന്നാണ് കൊലോസ്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ആ സാത്താന്റെ അധികാരങ്ങളെ യേശുക്രിസ്തു തിരികെ എടുത്തു. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവൻ പാതാളം തുറന്ന് ഇവൻ 3 ദിവസം ഇവിടെ കല്ലറയിലേക്കുമ്പോൾ ആത്മാവ് പാതാളത്തിൽ ചെന്ന് പാതാളം തുറന്ന് പഴയ നിയമ വിശുദ്ധന്മാരെ അവിടെ സ്വതന്ത്രരാക്കിയെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതേ പ്രിയപ്പെട്ടവരെ, അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല്, യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് അവനോടുകൂടെ നിങ്ങൾ ജീവിക്കണമെങ്കിൽ പാപമോചനം നിങ്ങൾ ആവശ്യമാണ്. പാപികളും ദോഷികളും എന്ന പാരമ്പര്യങ്ങളെ വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് പാപമോചനം നേടി ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമെന്നുള്ള പദവിയിൽ ഇന്ന് തന്നെ വരേണ്ടതിന് അവൻ സകല ജാതി മതസ്ഥരോടും വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളും ക്രിസ്തീയ മത പുരോഹിതന്മാരും ഉൾപ്പെടെ സകല ജാതികളോടും മരണമുള്ള എല്ലാവരോടും ദൈവം കൽപ്പിക്കുന്നു, മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം എന്നറിയാമോ? നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾക്ക് പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത പിതൃ പാരമ്പര്യങ്ങളെ തള്ളിക്കളയണം. നിങ്ങളുടെ മതഭക്തികളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം തള്ളിക്കളഞ്ഞ പൗരോഹിത്യത്തിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കണം. ഇതെല്ലാം വിട്ടുകളഞ്ഞ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ നിങ്ങൾ ആരാധിക്കല്ലേ. യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കല്ലേ. മരിച്ചു പോകുന്ന ഒരു പുരോഹിതനെ നോക്കി ഇനി പിതാവേ എന്ന് വിളിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ഒരു പുരോഹിതനെ നോക്കി നിങ്ങൾ പിതാവേ എന്ന് വിളിച്ച ദൈവമാ. യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലയോ, ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കല്ല, നിങ്ങൾക്ക് ഒരുവനത്ര പിതാവ് സ്വർഗസ്ഥൻ തന്നെ. എന്നിട്ട് നിങ്ങൾ ഭൂമിയിൽ പാപിയായിട്ട് നരകത്തിലേക്ക് പോകുന്ന ഒരു പുരോഹിതനെ നോക്കി പിതാവേ എന്ന് വിളിച്ചാൽ ദൈവമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ദൈവം ഏക പരിശുദ്ധനാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദൈവമുണ്ട്, എത്ര പിതാക്കന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ? ഓർത്തു നോക്കുവിന് അധികാരത്തോടെ പറയുകയാണ്, നിങ്ങൾ തല്ലിക്കൊന്നാലും വിഷമൊന്നുമില്ല, നമുക്ക് സ്വർഗത്തിൽ ആ കർത്താവിന്റെ ന്യായ ദിവസത്തിൽ നമുക്ക് വീണ്ടും കണക്ക് തീർക്കാൻ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എന്റെ ശിരച്ഛേദം നടത്തിയാലും നമുക്ക് അന്ന് കണക്ക് തീർക്കാൻ പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് വരുന്നുകൊണ്ട് ഒന്നാമത് മാനസാന്തരപ്പെടണം. എല്ലാ പാരമ്പര്യങ്ങളെയും വിട്ടുകളയണം, മതഭക്തി വിട്ടുകളയണം. അതിനുശേഷം നിങ്ങൾ സ്നാനമേൽക്കണം. അയ്യോ, ഈ ഒരു കാര്യം പറയുന്ന ഉപദേശി മറ്റെല്ലാം ഞങ്ങൾ അംഗീകരിച്ചല്ലോ, ഈ സ്നാനം പറഞ്ഞേക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചെങ്കിൽ സ്നാനത്താൽ അല്ലാതെ അവനോട് കൂടെ ചേരാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. പാപമോചനം സ്നാനത്തിലാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായിട്ട് വിശ്വസിച്ചിട്ട് വേണം സ്നാനമേൽക്കാൻ. ഒരു കൊച്ചു കുഞ്ഞിനെ അപ്പനോ വല്യപ്പനോ കൊണ്ട് പുരോഹിതന്റെ കൈ കൊടുത്താൽ അവന്റെ മേൽ അല്പം വെള്ളം തളിച്ചാൽ അവൻ ഒന്നും അറിയത്തില്ല. ഇന്നും രാവിലെ ഒരു മർത്തോമക്കാരനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, പണ്ട് ഞാൻ സ്നാനമേറ്റ. എന്നിട്ട് ഞാൻ ചോദിച്ചു, മാനസാന്തരപ്പെട്ടോ? ഓ, ആരറിയുന്നു, ഞാനിതൊന്നും ഓർമ്മയില്ല. അപ്പം പറഞ്ഞു, അടാ നിന്നെ സ്നാനപ്പെടുത്തിയാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ടിട്ട് വേണം സ്നാനമേൽക്കാനെന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെ
അങ്ങനെ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിപ്പാൻ സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തരും. യേശുക്രിസ്തുവിനെ കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതേ ആത്മാവ് നിനക്ക് തരാം. നല്ല കള്ളുകൂടിയ നിനക്ക് ആത്മാവിനെ തരാമെന്ന്, അല്ല കൊലപാതകയായിരിക്കുന്നവനെ നിനക്ക് ആത്മാവിനെ തരാമെന്ന്, യേശുക്രിസ്തുവിനെ നിഷേധിച്ച് നടന്നവനെ നിനക്ക് ഈ ആത്മാവിനെ തരാമെന്ന്. ഇതിൽ പലവരും സ്നേഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? ആകിയാൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ദൈവത്തിന്റെ ആത്മാവിനെ ഇന്ന് നീ പ്രാപിച്ചാൽ നൂറ്റാണ്ടുകളായിട്ടുള്ള പാപിയും ദോഷിയും എന്നുള്ള പദവിക്ക് ഇന്ന് നീ ബ്ലോക്ക് ചെയ്യാണ്. ഇന്നു മുതൽ നീ ദൈവത്തിന്റെ മകനും വിശുദ്ധനും. പ്രിയപ്പെട്ടവരെ, സ്വർഗം വിശുദ്ധന്മാർക്കുള്ള പ്രിയപ്പെട്ടവരെ, പാപികൾക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. ആകിയാൽ നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് തീരണമേ. ആരുടെയും ഹൃദയം കഴിക്കേണ്ട. കർത്താവ് പറഞ്ഞു, എന്നെ എതിർക്കുന്നവന് എന്നെ അയച്ചവനെ എതിർക്കുന്നു. അതേപോലെ ദൈവം തന്റെ ദാസന്മാരെ അയക്കുമ്പോൾ നിങ്ങൾ എതിർത്ത് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ? കർത്താവിനെ എതിർക്കുന്നത് ഞങ്ങളെയല്ല. ഞങ്ങളോട് ആർക്കും ദേഷ്യമൊന്നുമില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിനോടാണ് നിങ്ങൾ എതിരെ. ആകിയാൽ നിങ്ങളുടെ തലമുറയിൽ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഉന്നത പാപങ്ങളെ താഴ്ത്തുവേൻ, ഞങ്ങളെ ഹൃദയങ്ങളെ വിട്ട് പാപമോചനത്തിനായിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് അവന് വേണ്ടി നിന്ന് ചുമന്നുകൊള്ളുവേൻ. അതേ പ്രിയപ്പെട്ടവരെ, അവന് വേണ്ടി അപ്പോസ്തലന്മാരെ പോലെ നിന്ന് ചുമക്കുവിന്, അപമാനം സഹിപ്പിന്. അവന് വേണ്ടി അപമാനം സഹിക്കാതെ നിങ്ങളാരും സ്വർഗീയ പ്രവേശനത്തിലേക്ക് സാധ്യമല്ല എന്ന് നിങ്ങളോട് അറിയിക്കുന്നു. ആയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രസംഗം ഇവിടെ ഇപ്പോൾ നിർത്താൻ പോകുകയാണ്. മാനസാന്തരപ്പെട്ട സ്നാനമേറ്റവര്, അങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാരോട് ചേർന്ന്, അത് സകല ജാതി മതത്തിൽ നിന്നും ദൈവം വീണ്ടെടുക്കപ്പെട്ട ഈ ജനങ്ങളോട് ചേർന്ന് അപ്പം നുറുക്കിയും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും ആ കർത്താവിന്റെ വരവിന് വേണ്ടി സാക്ഷ്യത്തോടെ നിൽക്കണം. നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദ്രവിച്ചു പോകുന്ന ശരീരവും മാറ്റും കേട്ടോ. തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം നമുക്ക് തരും കേട്ടോ. എന്നിട്ട് 1000 വർഷം നമ്മൾ ഈ ഭൂമിയിൽ അവനോട് കൂടെ രാജ്യത്വത്തിൽ വാഴുകയും 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യും. ഇല്ല, നിങ്ങൾക്കിത് വേണ്ട, നിങ്ങളുടെ മതഭക്തിയും പാരമ്പര്യമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഓർത്ത് വെച്ചോളിൽ മരിച്ചതിന് ശേഷം നമ്മൾ തമ്മിൽ കാണുമെന്നേ. യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഈ പ്രസംഗത്തിന് കണക്ക് തീർക്കാമെന്നേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപമോചനം നേടാതെ പാപിയായിട്ട് മതഭക്തിയിലാണ് മരിക്കുന്നെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ, ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന അന്ന് ലോകം അവസാനിക്കുകയും അന്ന് എന്റെ പ്രസംഗം കേട്ട് പാപിയായിട്ട് അടക്കപ്പെട്ട പുരോഹിതന്മാർ ഉൾപ്പെടെ കല്ലറുകളെ വിട്ട് എഴുന്നേറ്റ് വരികയും എന്നിട്ട് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും വരിവരിയായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ സകല രഹസ്യങ്ങൾക്കും പാപങ്ങൾക്കും ദൈവം ശിക്ഷ വിധിച്ച് ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത നരകാഗ്നിയിലേക്ക് നമ്മൾ എറിഞ്ഞു കളയും. പ്രിയപ്പെട്ട, ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്, ഞങ്ങൾ കണ്ണുനീരോടാണ് പ്രസംഗിക്കുന്നത്. ഒരു മനുഷ്യന്റെ ആത്മാവ് നരകത്തിലേക്ക് എറിഞ്ഞു കളയപ്പെട്ടാൽ അന്ന് ആകാശവും ഭൂമിയും സൂര്യചന്ദ്ര നക്ഷത്രാദികളുമില്ല, കാലമില്ല, സമയമില്ല. പുരോഹിതന്മാര് പ്രിയപ്പെട്ട ധൂപ്രാർത്ഥനയിൽ നമ്മുടെ രക്ഷ പ്രാപിക്കുന്നത് പോഷകമാണ്, പൈശാചികമാണ്. പ്രിയപ്പെട്ട, ജീവിച്ചിരിക്കുമ്പോൾ നീ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പാപമോചനം നേടിയാൽ നീ രക്ഷ പ്രാപിക്കും. ഇല്ലെങ്കിൽ നിന്നെ രക്ഷിപ്പാൻ ആർക്കും കഴിയത്തില്ല. ആ നരകത്തിന് അവസാനമില്ല. എത്ര കോടി വർഷം ഒരു കണക്കില്ല. അത് എറ്റേണലാണ്, ഇൻഫിനിറ്റിയാണ്. പ്രിയപ്പെട്ട, പ്രസംഗിക്കണോ? സന്ധ്യ വരെ പ്രസംഗിക്കണം, ഞങ്ങൾ റെഡിയാ. പക്ഷെ നിർത്തുകയാണ്. പ്രിയപ്പെട്ട, നിങ്ങൾ നരകത്തിൽ പോകാതിരിക്കാനാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. ആവട്ടെ, ഈ പ്രസംഗം കേട്ടല്ലോ, കേട്ടു. ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിവാദം പറയാനുണ്ടോ? പറഞ്ഞോളുക. പക്ഷെ നിങ്ങൾ ബൈബിൾ ഒന്ന് പരിശോധിച്ച് നോക്കണം, പുതിയ നിമിഷത്തൊന്ന് വായിച്ചു നോക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവെ രക്ഷ വായിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ആകിയാൽ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ആ കർത്താവിന്റെ വരവില് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് അവന്റെ പർദീസയിലേക്ക് എടുക്കപ്പെടേണ്ടതിന് ഈ ഒരു അനുഭവത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം നിങ്ങളോട് അറിയിച്ചുകൊണ്ടും കർത്താവ് കൽപ്പിച്ചു തന്ന വചനം ഒട്ടും കുറയ്ക്കാതെ പറഞ്ഞതുകൊണ്ടും പ്രിയപ്പെട്ടവരെ, അനുസരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ കുറ്റക്കാര്. പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കുറ്റക്കാര്. നോക്ക് പ്രിയപ്പെട്ട, സുവിശേഷം ഇങ്ങനൊരു കാര്യമുണ്ട്. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം പറയാനൊക്കത്തുള്ളൂ. ആവട്ടെ, ഈ കേട്ട പ്രസംഗത്തിന് എന്തെങ്കിലും പ്രതിവാദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്യമായിട്ട് പറയാം പ്രിയപ്പെട്ടവരെ. അതിനെന്താ, പറയുന്നതിനെന്താ? ആകിയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.